പ്രൈം മിനിസ്റ്റർക്ക് നേരത്തെ അറിയാം. ഈ അന്ന് ഈ ഗുജറാത്തിൽ ചീഫ് മിനിസ്റ്റർ ആകുന്നതിന് മുമ്പ് അന്ന് ഈ പ്രവാസി സമ്മേളനമുണ്ട്. അന്ന് നല്ല അങ്ങ് സ്ഥിരമായിട്ടത് വരുമായിരുന്നു അവർ. അന്ന് ഇങ്ങനെ ശല്യപ്പെടുത്തുമായിരുന്നു മറ്റ് പാർട്ടിക്കാർ, കോൺഗ്രസ്സുകാർ. വളരെ അന്നോട്ട് ആ ബന്ധം ആ കുട്ടിയുണ്ടാണ്. ശല്യപ്പെടുത്തുമായിരുന്നു എന്ന് വെച്ചാൽ അങ്ങനെ വരുമ്പോഴേ പ്രസംഗിക്കാനോ സംസാരിക്കാനോ ഒന്നും അന്നത്തെ പൊളിറ്റിക്സ് മാറ്റമില്ലേ, ഇങ്ങനെ അങ്ങനെ വരുമായിരുന്നു. ഇവരൊറ്റ സ്പീച്ച് ചെയ്യാൻ വെച്ചിട്ടില്ല അന്ന്. അദ്ദേഹത്തിൽ കണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി എന്താണ്? അങ്ങനെ ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ നമ്മുടെ ഒരു ഭാഗ്യമാണ്. അങ്ങനെ സ്വന്തമായിട്ടൊന്നുമില്ല. നമ്മുടെ ഇന്ത്യയാണ് അങ്ങനെ കുടുംബം. അങ്ങനെ ആർക്കുമില്ല, അല്ലെങ്കിൽ വൈഫില്ല, മക്കളില്ല, ഒന്നുമില്ല. അങ്ങനെ ഇന്ത്യ എങ്ങനെയും വളരണം, അതാണ് അങ്ങനെ ബെസ്റ്റ് ക്വാളിറ്റി. അതുപോലെ ഒരാളെ കിട്ടത്തില്ല. ഇതേ ചോദ്യം പിണറായി വിജയനെ പറ്റി ചോദിച്ചാൽ? പിണറായി വിജയൻ അതുപോലെ തന്നെ ഏറ്റവും നല്ല ഒരു ലീഡറും. എങ്ങനെയും കേരളം നന്നാകണം, എങ്ങനെയും നന്നാകണം ഒറ്റ മാർക്കുള്ളൂ. എങ്ങനെയും മറ്റേ ഇന്ത്യയിൽ കേരളത്തിലെ പൊളിറ്റീഷ്യൻസിൽ ഏറ്റവും കൂടുതൽ സൗഹൃദമുള്ള ആരും? ഇത് എല്ലാവരുടെ സൗഹൃദമുണ്ട്, എല്ലാ ആൾക്കാരുമായിട്ട്. അല്ല, അങ്ങനെയല്ല, നേരിട്ട് പരിചയമുള്ള എല്ലാവരും ബന്ധമുണ്ട്. എല്ലാവർക്കും നല്ല സൗഹൃദം. പൊളിറ്റീഷ്യൻ എല്ലാം പേരിട്ട് നല്ല ആൾക്കാരാണ്. അതുപോലെ PKV ആയിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്നു. അത് വളരെ അപൂർവം. PKV അങ്ങനെ ഒരാളല്ല, സൂപ്പർ ആളായിരുന്നു. അത് അന്ന് പഴയത്തെ ആൾക്കാരെല്ലാം നല്ല ആൾക്കാരായിരുന്നു. ഉമ്മൻചാണ്ടി സാറുമായിട്ട് അത് തന്നെ നല്ല അടുപ്പമുണ്ടായിരുന്നു. എല്ലാവരോട്ടും നല്ല ബന്ധമുണ്ട്. ഇവൻ VS തൊട്ട് നല്ല അടുപ്പമായിരുന്നു. അതെ, VS എൻ്റെ ഇവിടുത്തെ ഹോട്ടലിൽ ഉദ്ഘാടനം അങ്ങനെ വന്നു. നമ്മുടെ കൊല്ലത്ത് റാവിസിൻ്റെ വരത്തില്ല, അങ്ങനെ വന്നു, പറയാതെ വന്നു. PKV ആയിട്ടുള്ള എന്താ കൊല്ലം കണക്ഷനാണോ? അതെ അതെ, നല്ല അങ്ങനെയൊക്കെ നല്ല മനുഷ്യനാണ് അല്ലേ, നല്ല വ്യക്തിത്വമുള്ള. ഇടക്കാലത്ത് കേട്ടിട്ടുണ്ട് ഈ സിനിമയിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരുന്നു. നമ്മുടെ ആച്ചാണി രവിയുടെ മറ്റു പ്രൊഡക്ഷൻസ് ഒക്കെ മേടിക്കാനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇല്ല, പടത്തിന് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. മോഹൻലാലിൻ്റെ അടുത്ത ഫണ്ടാണ്. സാമ്പത്തിക എന്തെങ്കിലും സഹായം കൊടുക്കുന്ന നല്ലതുണ്ട്. പിന്നെ എൻ്റെ ഒരു കോബ്രത ഉണ്ടായിരുന്നു, ഒരു MLA വിജയൻ പിള്ളി എന്ന് പറയും. അങ്ങനെ നിർബന്ധിച്ചൊരു പടം എടുത്തു ഉപറിഷ്യേറ്റ് ചെയ്യുന്നത് അവർക്ക് വേണ്ടി ചെയ്താ. ബറോസിൽ താങ്കൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലേ? ഇല്ല, അത് ഈ ഈ സാമ്പത്തിക സഹായം വേണമെങ്കിൽ കൊടുത്തിട്ടുണ്ട്. പലിശയ്ക്കും ലാഭത്തിനുമില്ല, ഈ പേഴ്സണൽ ലോൺ കൊടുത്തിട്ടുണ്ട്. ബിസിനസ്സിൽ എത്തിക്സിന് എത്രമാത്രം റോളുണ്ട്? ഞാൻ എത്തിക്സിലെ മെയിൻ നോക്കുന്നത് ഉറപ്പായിട്ട്. അതൊന്ന് പറയാമോ? അതായത് ഈ ഒരു എത്തിക്കൽ പൊസിഷൻ എടുക്കേണ്ടി വന്ന ഏതെങ്കിലും ഒരു അനുഭവം പറയാമോ? ഒരു ബിസിനസ് രംഗത്ത് അങ്ങനെ പല ബിസിനസ്സുകൾ നഷ്ടപ്പെട്ടു. എത്തിക്ക് ഞാൻ ഇതുവരെ ബ്രൈബ് കൊടുത്തിട്ടില്ല, കൊടുക്കേണ്ടി വന്നിട്ടില്ല. എന്തെങ്കിലും ആ രാജ്യത്ത് പ്രശ്നം കൊടുക്കേണ്ടി വരും, അതുകൊണ്ട് ഞാൻ കൊടുക്കും. വർക്ക് കിട്ടാൻ വേണ്ടി ഇതുവരെ ബ്രൈബ് കൊടുത്തിട്ടില്ല. ഈ ഇല്ലീഗൽ ബിസിനസ്, ഒരു ഇല്ലീഗൽ ബിസിനസ് ഇന്ന് വരെ ചെയ്തിട്ടില്ല. ഇത് രണ്ടും ചെയ്തില്ല. മദ്യപാനം ചെയ്യാറില്ല. പിന്നെ ചിലപ്പം മീറ്റിങ്ങിൽ വൈൻ കുടിക്കാൻ പറ്റത്തില്ല. അത് കമ്പനീസൊക്കെ നമ്മളെപ്പോഴും യൂറോപ്പ്, അമേരിക്കയില്ല, അതൊരു പാർട്ട് ഓഫ് ദ ബിസിനസ്സാണ്, അല്ലാതെ ഇത് ഒന്നുമില്ല. ഇന്ന് വരെ ഈ അനറ്റിക്കായിട്ട് ഒരു 4 പൈസ ഉണ്ടാക്കിയിട്ടില്ല, ഇനി ഉണ്ടാക്കത്തുമില്ല. സാധാരണ പറയുക എത്തിക്കലായി ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റില്ല എന്നാണ് പൊതുവെ നാട്ടിൽ പറയുക എല്ലാവരും. അതൊക്കെ ഒന്നുമില്ല. ഇപ്പം ടാറ്റ എത്തിക്സായിട്ട് ബിസിനസ്സാണ് ഇന്ത്യയിൽ. ടാറ്റ മാത്രം പറയാം, വേറെ ഒന്നുമില്ല. അതിന് കുഴപ്പമുണ്ടോ? പിന്നെ വിദേശത്ത് പല കമ്പനികളും അത് ഇപ്പം നമ്മൾ ഗൾഫിൽ ചെല്ലുമ്പം നമ്മൾ ഒപ്പിടണം എത്തിക്സ് പാടില്ലെന്നുള്ളത്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും. എല്ലാ പ്രോജക്റ്റും നമ്മുടെ എംപ്ലോയീസിന് വരെ എത്തിക്സ് ബ്രൈവ് വാങ്ങാൻ പാടില്ല, ഒപ്പിട്ടിട്ടേ നമ്മൾ ജോലി എംപ്ലോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് പൊതു നിയമമാണ്. പക്ഷേ 100% ലീഗലായിട്ട് ഒരു ബിസിനസ്സും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഏത് ബിസിനസ് ആണെങ്കിലും പൊളിറ്റീഷ്യൻസിന് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസിന് കാശ് കൊടുക്കാണ്ട് ഇവിടെ ബിസിനസ് നടത്താൻ പറ്റില്ല. അതൊരു ബ്രൈബ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഡൊണേഷൻ എന്നാണ് നമ്മളതിന് പറയുന്നത്. പക്ഷെ അതും ഒരു രണ്ടുമൂന്നാണ്. അത് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ. ഇപ്പം കുറച്ചിട്ടുണ്ട്, പഴയ പോലെ പണ്ടുണ്ട്. ഇപ്പം അത്ര ഒന്നും പറ്റില്ല. ഇപ്പം പുതിയ ഈ TV യും ഈ ചാനലൊക്കെ വന്നപ്പോൾ ചെയ്യാൻ പറ്റില്ല.
പണ്ടൊക്കെ ഇപ്പോൾ ചെയ്യണമെന്ന് വെച്ചാൽ നടക്കില്ല, വളരെ അപൂർവം. ഇപ്പോൾ എനിക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്യാൻ വലിയ പ്രയാസമാണ്. ഈ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അത്തരം പ്രലോഭനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? പുതിയൊരു സെക്ടറിലേക്ക് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനുള്ള അത്തരം ഡിമാൻഡ്സ് ഒക്കെ വന്നിട്ടുണ്ടോ? പലരും പറയും. ഇപ്പം നമ്മൾ ഈ ബിസിനസ് ചെയ്യുമ്പോൾ പറയും, പലരും ബിസിനസ് പറയുമ്പോഴേ നമുക്കറിയാം അത് നല്ലതാണ് ചെയ്തത്. ഇപ്പോൾ ഇന്നലെ ഒരു വലിയ ഗ്രൂപ്പ് വന്നു, വലിയ ബിസിനസ് ചെയ്യണം പറഞ്ഞു. അത് ലോകത്ത് മൊത്തം ഈ ഗ്യാസ് എങ്ങനെ ഉണ്ടാക്കും. അപ്പം നമ്മളത് വേണ്ട എന്ന് വെക്കും. അപ്പോഴും നമ്മുടെ മനസ്സ് പറയും അത് വേണ്ട എന്ന്. ഈ പൈസ മാത്രമല്ല, എല്ലാം നമ്മൾ ചെയ്യുമ്പം മനസ്സമാധാനം വേണം. നമ്മൾ വയസ്സായി വരികയാണ്, എല്ലാം സ്വസ്ഥമായിട്ട് പോകണം. ഈ ബിസിനസ് പൊളിയാൻ ഒരു ഡീല് മതി, നമ്മൾ പൊളിഞ്ഞു പോകും എല്ലാം ഉണ്ടായാലും. അപ്പോൾ അതില്ലാതെ നോക്കുക, ഉള്ളത് നമ്മൾ നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ. ഒരു ക്രൂഷ്യൽ ബിസിനസ് ഡീല് സൈൻ ചെയ്യുന്നതിന് മുന്നേ താങ്കൾ എന്താണ് അതിൽ നോക്കുന്നത്? എന്താണ് നമ്മുടെ മനസ്സിൽ ഒരു നമ്മൾ കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ നഷ്ടം ഉണ്ടാക്കാൻ പാടില്ല. ചില സമയത്ത് നമുക്ക് വർക്ക് കിട്ടാൻ വേണ്ടി ബ്രേക്ക് വരുമ്പോൾ ഇത് നമ്മുടെ തന്നെ പൈസ, ലോണല്ല, ബാങ്ക് ലോണല്ല, ഇതല്ല. അപ്പോൾ നമ്മൾ വളരെ വളരെ ശ്രദ്ധിച്ചേ ചെയ്യുള്ളൂ. വലിയ പബ്ലിക്കുള്ള കമ്പനി അവർ വർക്ക് കിട്ടാൻ വേണ്ടി ഈ കോമ്പറ്റീറ്റീവ് റേറ്റ് കുറച്ച് വർക്ക് എടുക്കാറുണ്ട്. അതവരുടെ ഷെയർ മാർക്കറ്റ് കൂടാൻ വേണ്ടിയാണ്. ഞാനത് ചെയ്യില്ല. ഒരു ബിസിനസ്സുകാരന് വേണ്ട, ഒരു നല്ല ബിസിനസ്സുകാരന് വേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി സർ ആദ്യം പറഞ്ഞു ട്രസ്റ്റ്. അതാണ് മെയിൻ. അതല്ലാതെ വേറെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ട്രസ്റ്റാണ് ആദ്യം. ഏത് ബിസിനസ് ട്രസ്റ്റല്ലേ? ട്രസ്റ്റ് പോയാൽ പിന്നെ നടക്കത്തില്ല. ഇപ്പോൾ നമ്മളുള്ള കാണുമ്പോൾ ട്രസ്റ്റ് ചെയ്യണമെന്ന് തിരക്കിട്ടേ പോവുള്ളൂ. ഈ ട്രസ്റ്റിനകത്ത് എല്ലാം വരുമത്തില്ലേ? ആ ജീവിതത്തെ പറ്റി ബന്ധം, കമ്മിറ്റ്മെൻറ്റ് ആണ്. ട്രസ്റ്റും കമ്മിറ്റ്മെൻറ്റ് ഇത് രണ്ടും നോക്കണം. പിന്നെ ഏത് ബിസിനസ് തുടങ്ങുമ്പോൾ ആളെ പറ്റി കംപ്ലീറ്റ് പഠിക്കണം. ആരായാലും പഠിക്കും, എങ്ങനെയാണ്, എന്ത് തുടങ്ങി, എന്തുവാണ്, ഇവിടെ പാളിച്ച് എവിടെ ഉണ്ട്. ചിലപ്പോൾ ഇപ്പോൾ ഈസിയായിട്ട് കണ്ടുപിടിക്കാൻ പണ്ടൊക്കെ ഇല്ല, പറ്റും. അങ്ങനെയാണ് പോകുന്നത്. സാർ ആദ്യം പറഞ്ഞിരുന്നു കേരളത്തിലെ ഇൻവെസ്റ്റ്മെന്റ് ക്ലൈമറ്റിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്, കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോൾ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ബിസിനസ്സുകാരന് സാർ കൊടുക്കുന്ന ഒരു അഡ്വൈസ് എന്തായിരിക്കും? ഏത് ബിസിനസ് അവരെ ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞ റിപ്പോർട്ടുണ്ട്, അത് ബേസ് ചെയ്ത് ബിസിനസ് ചെയ്യാൻ പാടില്ല. അത് നമ്മൾ ശരിക്കും പഠിച്ചിട്ട് മാത്രമേ ചെയ്യാവൂ. ആ പ്രോജക്റ്റ് ചിലപ്പം മറ്റ് സംസ്ഥാനത്തിൽ മറ്റ് രാജ്യം വിജയിക്കും, ചിലപ്പോൾ അത് കേരളത്തിൽ വിജയിക്കുമെന്ന് അറിയില്ല. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ തന്നെ പഠിക്കണം. റിപ്പോർട്ട് ബിസിനസ് തുടങ്ങുമ്പോൾ ഏത് രീതിയിലും റിപ്പോർട്ട് ഉണ്ടാക്കി തരും. എപ്പോഴും പോസിറ്റീവായിട്ടേ തരത്തുള്ളൂ, നെഗറ്റീവായിട്ട് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് കിട്ടത്തില്ല. പക്ഷേ അത് നമ്മൾ പഠിക്കുക, നമ്മൾ പഠിക്കുക, അറിവുള്ള ആൾക്കാരെ കൊണ്ട് കണ്ട് പഠിച്ചതിന് ശേഷം റിപ്പോർട്ട് ചെയ്യുക. ഏത് ഫാക്ടറി ലോകത്ത് എവിടെ ഉണ്ട്, ആ ലോകത്ത് പോയി എങ്ങനെ പോകുന്നുണ്ട്, എത്ര നാളെ പോകുന്നുണ്ട് നോക്കി പഠിച്ചിട്ടേ പോകും. ഞാൻ 8 വർഷം മുമ്പ് ചൈനയിൽ പോയിരുന്നു. അന്ന് ഈ കൊടക് ഫിലിം ഉണ്ടാക്കുന്നത് ആ ഫാക്ടറി പോയി. അത് ഫാക്ടറി എല്ലാം റെഡിയാക്കി $10 ബില്യൺ ഉണ്ടാക്കിയ ഫാക്ടറിയാണ്. അത് പണി തീരുമ്പോഴത്തേക്ക് ആ ഫിലിമിൻ്റെ തന്നെ പോയി. രണ്ടാമത് എനർജി, സോളാർ എനർജി, അത് ഈ ചൈന ആദ്യം ഉണ്ടാക്കി. ആ പ്ലാന്റ് നിർമ്മിച്ച് ഇപ്പോൾ ആ ടെക്നോളജി മാറി ചീപ്പായിട്ട് കിട്ടി. അത് ഞാൻ പോയി കണ്ട ഫാക്ടറി 2 ഈ ടെക്നോളജി ഏത് നിമിഷവും ബിസിനസ് എന്താ ദോഷം വെച്ചാൽ ഏത് ദിവസവും മാറിക്കൊണ്ടിരിക്കുകയല്ലേ, ഏത് ദിവസവും. അതാണ് വ്യത്യാസം. നേരത്തെ അതില്ലായിരുന്നു. പലരുടെയും കൂടെ വർക്ക് ചെയ്തത് അമേരിക്കൻസ്, ബ്രിട്ടീഷ്, ജാപ്പനീസ്. ഏറ്റവും അഡ്മയർ ചെയ്യുന്ന ഏത് രാജ്യത്തെ ആൾക്കാരാണ്? അതെ, ഏത് രാജ്യത്തെ ആൾക്കാരെ ഏറ്റവും കൂടുതൽ ജാപ്പാനീസാണ്. അതെന്താ കൾച്ചർ? അവരത്രയും കൃത്യനിഷ്ഠയും ആത്മാർത്ഥയും സത്യസത്യതയുള്ള ആൾക്കാർ ജാപ്പാനീസാണ്. ഒരിക്കലും അവരെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. വളരെ സിൻസിയർ, വളരെ ലോയൽ. അങ്ങനെയുള്ള കൊറിയൻസും അങ്ങനെ വരുന്നുണ്ട്. വേറെ ആരും പിന്നെ വേറെ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ അവരെ പോലെയൊക്കെ അവിടെ ജോലി ചെയ്യാനും വളരെ ആത്മാർത്ഥമാണ്. അതുപോലെ തന്നെ അമേരിക്കയിലേക്ക് പല വെൽത്തി ആയിട്ടുള്ള ആൾക്കാർ ഒരു സമയം കഴിഞ്ഞാൽ ഇവരുടെ വെൽത്ത് കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്, ഗീവ് അവേ, നമ്മൾ പ്ലഡ്ജ് ഒക്കെ ചെയ്യും. അതെ, സാറിന് അതുപോലെ ഇവിടെ CSRും കുറേ ഫിലാന്ത്രോപ്പി സ്കോളർഷിപ്പ്, സാറിൻ്റെ എന്തെങ്കിലും അങ്ങനത്തെ ഒരു പ്ലാൻസ്? പല പ്ലാനുണ്ട്. ഇപ്പം തന്നെ ഈ അടുത്ത 11-ാം തീയതി ഇങ്ങനെ 10 കോടി രൂപ സ്കോളർഷിപ്പ് കൊടുക്കുകയാണ്. 10 കോടി രൂപ 1500 കുട്ടികൾക്ക് ഗവൺമെൻറ് തന്നു. അത് അടുത്ത 50 വർഷത്തേക്ക് 500 കോടി രൂപ ഞാൻ മാറ്റി വെച്ചിരിക്കുക. 500 കോടി രൂപ അടുത്ത
ഈ 50 വർഷം എഡ്യൂക്കേഷന് വേണ്ടി കമ്പനി ബന്ധമുള്ള എല്ലാ വർഷവും 10 കോടി കൊടുത്തിരിക്കും. അത് തുടക്കം ഈ അടുത്ത മാസം 11-ാം തീയതി. ചെയ്യുന്നത് ഗവൺമെൻറ്റുമായിട്ട് ചെയ്യുന്ന ഈ നോർക്ക അവർ ആളിനെ സെലക്ട് ചെയ്യും ഗവൺമെൻറ്റിൽ. അത് നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്യും നമ്മളാണ് അത് നോക്കിയിട്ട് അത് കറക്റ്റായ ആൾക്കാർക്ക് കൊടുക്കാൻ പോകും. ഇപ്പോൾ ആദ്യം പദ്ധതി ഫസ്റ്റ് തുടക്കമാണ് ഈ 11-ന്. ഇപ്പോൾ 1500 കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. ഇത് സ്കൂൾ കുട്ടികൾക്കാണോ അല്ല സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണോ? സ്കൂളിൽ കുട്ടി മാർക്ക് കിട്ടിയും മാർക്ക് ഇല്ലാത്ത ആൾ 3 കാറ്റഗറി, സ്കൂളും കോളേജിലും. കുട്ടികളുടെ കാര്യം പറയുമ്പോൾ നമ്മുടെ ഒരുപാട് യങ്സ്റ്റേഴ്സ് ഈ വിദേശ പഠനത്തിനൊക്കെ ആയിട്ട് പുറത്തേക്ക് പോകുന്ന ഒരു ട്രെൻഡ് ഉണ്ട് ഇപ്പോൾ. പുറത്ത് പോയി പഠിക്കുക, പിന്നെ അവിടെ സെറ്റിൽ ചെയ്യുക. അപ്പോൾ നേരത്തെ താങ്കൾ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ഇവിടെ ഈ ഹ്യൂമൻ റിസോഴ്സ് കിട്ടുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് പറയുന്നുണ്ടായിരുന്നു. ആ ഒരു ട്രെൻഡിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പം കുട്ടികൾ ഈ നമ്മുടെ കോളേജ് ഒട്ടും മോശമല്ല. പുറത്ത് പോയ ആൾക്കാർ വളരെ കുറവാണ്. ഇപ്പോൾ പുറത്ത് പോയ ആൾക്കാരും ഇപ്പം നമ്മുടെ കൂടെ അമേരിക്കൻസും യൂറോപ്യൻസും എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ സ്വന്തം മനസ്സാണ് എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോഴത്തെ ജനറേഷൻ കൂടുതൽ പോകുന്നത് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയാണ് കുടുംബത്തിൽ നിന്ന് സമയത്ത്. ഇപ്പോൾ അവിടെ ഇപ്പം ഈ MBA ആണ് എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഇഷ്ടം പോലെ ആൾക്കാർ ലോകത്ത് മൊത്തം എക്സസ്സാണ് ലോകത്തെവിടെ. പക്ഷേ നമ്മുടെ IQ ഇപ്പോൾ കമ്പയർ ടു സൗദി ആൾക്കാർ വായിച്ചാൽ വളരെ കുറവാണ് എഞ്ചിനീയേഴ്സിൻ്റെ. എന്നുവെച്ചാൽ നമ്മുടെ മലയാളി എഞ്ചിനീയേഴ്സാണോ സാർ ഉദ്ദേശിച്ചത്? മൊത്തം എഞ്ചിനീയേഴ്സിൻ്റെ പിന്നെ അത് യൂറോപ്യൻ അതാ എൻ്റെ ജപ്പാൻ IQൻ്റെ മാറ്റമുണ്ട്. IQ ആണല്ലോ ഇമ്പോർട്ടൻ്റ്. നമ്മളെക്കാട്ടിൽ IQ ആണ് ചൈനീസ്. അതാണ് മാറ്റം ഉണ്ടാകുന്നത്. എഞ്ചിനീയറിംഗ് സ്കിൽസിലാണോ സാർ? എഞ്ചിനീയറിംഗ് സ്കിൽസിലാണോ ഉദ്ദേശിച്ചത്? അതെ. അത് എഞ്ചിനീയേഴ്സിൻ്റെ കാര്യം മാത്രമാണോ എല്ലാ പൊതുവെ പറയാം എല്ലാത്തിനും. ഇപ്പോൾ ഈ അമേരിക്ക എക്സാം പിന്നെ ഒരു എക്സാമിൻ്റെ പേരുണ്ട്. ആ പേരിൽ നമ്മൾ ആൾക്കാർ വളരെ പിന്നിലാണ്. ഇപ്പം ചൈനീസാണ് നമ്പർ 1 പോകുന്നത്. ഈ പുറത്തു പോകുന്ന കുട്ടികൾ സ്ഥിരമായിട്ട് പറയുന്ന കേരളത്തിൽ താങ്കളിനെ പറഞ്ഞതുപോലെ എസ്കേപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നല്ല സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കിട്ടുക, നല്ല വർക്കിംഗ് കണ്ടീഷൻസ് കിട്ടുക, അതൊന്നും കേരളത്തിൽ ഇല്ല എന്നാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ഒരു സ്കൂളുണ്ട് ബഹറിൽ. അപ്പോൾ ഇവർ എങ്ങനെയെങ്കിലും 10ാം ക്ലാസ് പാസ്സായാൽ നേരെ അഡ്മിഷൻ പോകുന്നത് UK അല്ലെങ്കിൽ USA ഒരാൾ ഇവിടെ അപ്ലൈ ചെയ്യാറില്ല. 90% ആൾക്കാരും അവരങ്ങനെ സെറ്റില്ല. പിന്നെ ഇന്ത്യയിലേക്ക് വരില്ല. അവിടെ ചെന്നാൽ ജോലി ഇഷ്ടം പോലെ കിട്ടും. വെളിയിൽ പോയാൽ പാർട്ട് ടൈം ആയാലും ജീവിച്ചു പോകും. അതുകൊണ്ടാണ് പോകുന്നത്. ഏത് ജോലിയും ചെയ്യും. ഈ ഹോട്ടലിലും ബാർബർ ഷോപ്പ് എന്നും ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കും.